ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചിക്കൻ വട ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചോപ്പറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിനി നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയൊരു ക്യാരറ്റ്, പകുതി സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്ര സാധനങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, വെജിറ്റബിൾസ്. അപ്പോൾ ഇത്രയും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ളത് പൊടികളാണ്. അപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് ക്യുമിൻസീഡിൻ്റെ പൗഡറാണ് 1/2 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മറന്നു പോയതാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം, അരക്കണ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത്, ഞാനൊരു കുറച്ച് കസൂരിമേത്തി എടുത്തിട്ടുണ്ട്. ഇതൊരു ടേസ്റ്റിന്, ഒരു സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് ഇട്ട് കൊടുക്കണമെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇടാൻ മറന്നതായിരുന്നു 1/2 ടീസ്പൂൺ ഗരം മസാല, ഞാൻ മറന്നതാണത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ. ഇത്രയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ അടിച്ചെടുക്കാൻ നേരത്തെ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യം തന്നെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അതിടയ്ക്കൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടണം. ഇതാ നോക്കൂ, ഇപ്പോൾ ഇതാ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാനായിട്ട് പോവാണ്. നമുക്കിതൊരു പാത്രത്തിനകത്ത് ഒന്ന് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവൻ ഇട്ടതിന് ശേഷം കാണിക്കാം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു 10 മിനിറ്റ് ഫ്രീസറിനകത്തേക്ക് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ച് ആദ്യം തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ഫ്രീസറിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം വേണം നമ്മളിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് 2 കൈനകത്തേക്കും എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ചെറിയ ബോൾസാക്കി ആദ്യം എടുക്കുക. അതിന് ശേഷം നമ്മൾ കട്ട്ലറ്റിനൊക്കെ ആക്കുന്ന പോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ആദ്യം ആക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട്, ഇത് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു നോസിലാണ്, ആ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നോസിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് കുപ്പിയുടെ അടപ്പെടുക്കാം, അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നടുക്ക്, അപ്പോൾ ഷേപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പ വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ 11 എണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്.
11 എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്നും ഒരു 10 മിനിറ്റും കൂടി ഞാൻ ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പം ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മളൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ, ബ്രെഡ് ക്രംസ്, മുട്ട, ഇത്രയും സാധനങ്ങൾ കൂടിയാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡോണറ്റ് ആദ്യം എടുക്കാം. ആ ഡോണറ്റ് ആദ്യം എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുട്ട മിശ്രിതത്തിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതിനകത്ത് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. ഇതുപോലെ വേണം നമ്മളെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഇത് ഫ്രീസറിൽ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഫ്രീസറിൽ വെച്ചതാണെങ്കിൽ ഒന്ന് സെറ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതായത് ഇങ്ങനെ ഒന്ന് തളർന്ന പോലെ ഇരിക്കും. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണല്ലോ ഇത്, അപ്പോൾ ഒന്ന് തളർന്ന രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക. ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കതാ ഇതുപോലെ നമുക്ക് എല്ലാ ഡോണറ്റും നമുക്ക് ഇതുപോലെ ആദ്യം മൈദ, പിന്നെ മുട്ട, പിന്നെ ബ്രെഡ് ക്രംസ്, അത് ആ ഒരു ഇതിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് ഉള്ളിൽ ഇങ്ങനെ മുട്ടയുടെ ഇത് വന്നിരിക്കുമ്പോൾ ഹോൾ ആയിട്ടില്ല എന്നിട്ട് ജസ്റ്റ് വിരൽ വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ആ ഹോൾ കറക്റ്റായിട്ട് കിട്ടുമേ. നമ്മൾ എല്ലാം നമുക്കിത് ആദ്യം ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ 11 ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു 10-15 മിനിറ്റ് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് ശേഷമാണ് ഞാനിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ഞാൻ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കണ്ടില്ല, ഇപ്പോൾ ജസ്റ്റ് ഒന്നത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്ത് എണ്ണ ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ ആയി കിട്ടും. പക്ഷേ നമ്മുടെ ചിക്കനൊക്കെ ഇതിനകത്ത് വേവാത്ത ചിക്കനാണ്, പച്ച ചിക്കനാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. മിൻസ് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കൻ പച്ച ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഡോണറ്റായിട്ട് കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഡോണറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമോടുകൂടി തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് എടുക്കാം. ഇതാ നോക്ക്, കണ്ടോ, ഇപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ്സ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഡോണറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എളുപ്പമുള്ളൊരു സ്നാക്ക് കൂടിയാണിത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഡോണറ്റ് കൂടിയാണിത്. നഗറ്റ്സ് പോലൊക്കെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡോണറ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ പറ്റിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് കൂടിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ്സ് അറിയിക്കുക, ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.